നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളം വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. അതിൽ സിനിമാ രംഗത്തെ തെറ്റായ പ്രവണതകളെ സംബന്ധിച്ചുള്ള വിശദീകരണം ഉണ്ടായിരുന്നു. പക്ഷേ ആരെയാണ് ഉപദ്രവിച്ചത് എന്നതിനെ സംബന്ധിച്ച് പേര് വിവരങ്ങൾ ഇല്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ത് നടപടിക്ക് വഴിവെക്കും എന്ന ചോദ്യം ശക്തമായി ഉയരുകയാണ്. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്ത് നടപടി ഉണ്ടാകും ഹേമ കമ്മിറ്റിയിൽ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വടകരയിൽ നിന്നുള്ള ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഒട്ടനവധി വിഷയങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് അടിവരയിട്ട് പറയുന്നുണ്ട്. ഈ താരങ്ങളുടെ പുറത്തുള്ള തിളക്കം അവരുടെ സെറ്റുകളിൽ ഇല്ല, വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മർദ്ദം, ശരീരം അവസരങ്ങൾക്ക് നൽകേണ്ടി വരുന്ന സാഹചര്യം, മലയാള സിനിമയുടെ ജീർണിച്ച അവസ്ഥ ഈ റിപ്പോർട്ട് പുറത്തു പറയുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല കേരളത്തിൽ എന്നതാണോ നാം മനസ്സിലാക്കേണ്ടത്? സാർ നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ആരും പേരൊന്നും വെളിപ്പെടുത്തുന്നില്ലല്ലോ സാർ. ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇനി അഥവാ പേരുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാലേ, ഇവര് ഇംഗിതത്തിന് വഴങ്ങിയാലല്ലേ മറ്റുള്ളവർ വിളിച്ചാൽ വഴങ്ങണമല്ലോ. അപ്പൊ ഇത് ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ സിനിമാ ഫീൽഡ് വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. അപ്പൊ അവർക്ക് അന്ന് ചാൻസ് കിട്ടും. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. ഒരു പക്ഷെ അങ്ങനെ ആയിക്കൂടുന്നില്ല. മറ്റവർ പ്രലോഭിച്ചിട്ടുണ്ടാകാം. ആ ഇംഗിതത്തിന് വനിതകൾ കീഴടങ്ങിയിട്ടുണ്ടാകാം. അത് ശ്രീ ബാലകൃഷ്ണൻ, അങ്ങ് സ്ഥിരം പൊതുവേദിയിൽ വിളിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങയോട് വലിയ ബഹുമാനമുണ്ട്. പക്ഷേ വല്ലാത്ത ഒരു പിന്തിരിപ്പൻ നിലപാടായിപ്പോയി. അവർക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന ചോദ്യം അത് ഈ നാട്ടിൽ ഇങ്ങനെ കെണിയിൽപ്പെടുന്ന എല്ലാ സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്. 13 വയസ്സായ ഒരു കുട്ടി പീഡനത്തിനിരയാൽ കുട്ടിക്ക് മറുക്കാമായിരുന്നില്ലേ? ആ ദുരവസ്ഥയുണ്ടാക്കുന്ന സാഹചര്യം മാറ്റുന്നതിൽ നിന്ന് അതിനെ തടയുന്ന കാര്യം, ഒരാൾക്ക് അയാളുടെ ഒരു പെൺകുട്ടിക്ക് അയാളുടെ ജീവിത അഭിലാഷമായാണ് സിനിമ അഭിനയ രംഗത്തേക്ക് കടക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു വന്നാൽ വഴികളില്ല എന്ന് പറയുമ്പോൾ അത് ഉപേക്ഷിച്ച് പോകാമായിരുന്നില്ലേ എന്ന ചോദ്യം ബാലകൃഷ്ണൻ വല്ലാത്ത പിന്തിരിപ്പനായി. അങ്ങനെ അവരെ കുറ്റപ്പെടുന്ന അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവർക്ക് പരാതി ചെയ്തുകൂടായിരുന്നോ? പരാതി ആരോട് പറയും? പരാതി പറഞ്ഞിട്ട് എന്ത് നടപടി ഉണ്ടാകും? ഇത് സിനിമയിൽ മാത്രമല്ല, എല്ലാ തൊഴിലിടങ്ങളിലും ഇത് സംഭവിക്കുന്നു എന്നത് ശരിയാണ്. എത്ര പരാതിപ്പെടാൻ കഴിയും? അത് ശരി. അപ്പൊ എവരെ ലോകമാണ്, സിനിമാക്കാരുടെ ലോകമാണോ? മറ്റൊരു നിയമവും വ്യവസ്ഥിതിയും ഒന്നും ഇല്ല ഇവിടെ. അല്ല, ഉണ്ടാകണം. പരാതിപ്പെട്ടാൽ അതിനൊരു സംവിധാനം ഉണ്ടാകും. ഒരു ചലച്ചിത്ര നടി അങ്ങനെ ഒരു പരാതിയുമായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം തൊട്ട് അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുകയാണ്, ഭീഷണി നടക്കുകയാണ്, വധഭീഷണി നടക്കുകയാണ്. മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത് ആർക്കൊക്കെയാണ് സംഭവിച്ചതെന്ന് ആലോചിക്കും. തിലകന്റെ മകൾ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കേരളത്തിലെ ഒരു മഹാനടൻ, ഞാനൊക്കെ സിനിമ കാണാൻ തുടങ്ങുന്ന കാലം തൊട്ട് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു നടന്റെ മകൾ പറയുന്ന കാര്യം കേട്ട് ഞാൻ പോവുകയാണ്. ഇതൊക്കെ ചെയ്യാൻ ഈ നാട്ടിലെ ഈ സിനിമാ സംവിധാനത്തിന് ആരാണ് അധികാരം കൊടുത്തതെന്നാണ് ഉള്ള ചോദ്യമാണ് നമ്മൾ ഉയർത്തേണ്ടത്. മാത്രമല്ല, ഒരു സംവിധാനത്തിനകത്താണെങ്കിലും ഒരു തൊഴിൽ മേഖലയിലാണെങ്കിലും ഒറ്റ സംഘടന എന്ന ഒരു സാഹചര്യം നിലവിൽ വന്നാൽ ഇതിനപ്പുറവും അരങ്ങേറും. അതുകൊണ്ട് അവിടെ കൂടുതൽ സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം അന്നേ മാറിയേനെ. കൂടുതൽ സംഘടന ഇല്ലാത്തതിന്റെ കാരണം തന്നെ ഇതൊരു ഏകാധിപത്യമായിട്ടൊരു കുറച്ച് ആളുടെ കൈപ്പണിയിലാണെന്നുള്ള തെളിവാണത്. ഏതായാലും ഈ പ്രശ്നം ഇനി ആളുകൾ ഇപ്പോൾ പരാതി പറയാൻ രംഗത്ത് വന്നല്ലോ. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ആളുകൾ ചെന്ന് പറഞ്ഞല്ലോ. ഇനി കൂടുതൽ പരാതികൾ വരും. അതായത് ആ ഘട്ടകാലം തീർന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അത് അവർക്കങ്ങ് രക്ഷപ്പെട്ടു പോകാമായിരുന്നില്ലേ എന്ന ചോദ്യം അത് പിന്തിരിപ്പനാണ്. അതല്ല അതിന്റെ യഥാർത്ഥ വശം എന്ന് എനിക്ക് പറയാം. ഇപ്പോ നിലവില് ഒരു സിനിമ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്, മേക്കപ്പ് മാൻ എന്ന് പറയുന്ന ഒരു സിനിമ. സാറ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടോ? ജയറാം നായകനായ ആ സിനിമയിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ യഥാർത്ഥ വശങ്ങൾ ആ സിനിമയിലുണ്ട്. കാരണം ഒരു സാഹചര്യത്തിൽ പെടുന്ന ഒരു നടി സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഭാഗങ്ങളടക്കം ആ നടിയെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ എങ്ങനെയാണ് ആ പാട്ടിലാക്കാൻ നോക്കുന്ന ഭാഗങ്ങൾ സിനിമയിൽ തന്നെ നേരത്തെ ഹേമ കമ്മീഷൻ വരുന്നതിന് സിനിമയിൽ പ്രമേയമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ
ഇത് 4.5 വർഷം ഇത്രയും വലിയ ഗുരുതരമായ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ഇന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാനൊന്നും ഒരു അർഹതയില്ല സാർ, സത്യസന്ധമായിട്ട് പറയുന്നു. കാരണം ഇവിടുത്തെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന മാന്യത നമ്മൾ അവരുടെ ആ മനോഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇതിനെ വായിക്കാത്ത ഭാഗങ്ങൾ കൂടി അടിയന്തരമായിട്ട് വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ മന്ത്രിസഭ തന്നെ രാജിവെക്കണം. എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇത്രയും ആളുകൾ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് സിനിമയെന്ന് ഇപ്പോൾ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ കലയോടുള്ള താല്പര്യം കൊണ്ട് പലതും ക്ഷമിച്ചും സഹിച്ചും ജീവിത മാർഗങ്ങൾ ഉള്ളത് കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് അവരുടെ കുറ്റമായിട്ട് കരുതരുത് സാർ. യെസ്, അതാണ് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ സതീഷ് കുമാർ വൈക്കത്ത് നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തത്. ഒരു നാടക നടൻ കൂടിയാണ്. ജയകുമാർ വിളിക്കുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീ ജയകുമാർ, ഈ ദുരനുഭവങ്ങൾ ഇങ്ങനെ മനുഷ്യർ പറയുമ്പോൾ അത് പറയാൻ പോലും അവർക്ക് പേടിയാണ്. തങ്ങൾ പറയുന്ന ഈ കാര്യം പുറത്തു വിടരുതെന്നവർ അപേക്ഷിച്ചുകൊണ്ടാണ് ഒരു ജഡ്ജിന് മുന്നിൽ വന്നവർ ഈ കാര്യം പറയുന്നത്. എത്രമാത്രം ഭയം ഈ മേഖലയെ ത്രസിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമസ്കാരം. നമസ്കാരം. ഈ നമ്മൾ കണ്ടതും കേട്ടതൊന്നും അല്ല ഇതിനകത്ത് നടക്കുന്നത്. ഇപ്പൊ ഈ നമ്മൾ കേൾക്കുന്നില്ലേ, ഈ പറഞ്ഞു കേൾക്കുന്നില്ലേ, സാർ വികാരം കൊണ്ട് പറഞ്ഞല്ലോ ഒരു നടന്റെ ഇതൊക്കെ, ഇതൊന്നും അല്ല ഇതിനകത്ത് പറയുന്നത്. സാർ കാര്യം ഇതിനകത്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത ഒരുപാട് കേസ് ഇതിനകത്ത് ഉണ്ട്. പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കേസ് ഇതിനകത്തുണ്ട്. സാറ് ഈ നമ്പർ എന്റെ നമ്പർ അറിയാലോ, ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം കുറെ കാര്യങ്ങൾ. ഇല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടർ വെച്ച് തിരക്കിയാലും ഇല്ല ഒരുപാട് കാര്യം. ഇതൊന്നും അല്ല കേസ്. ഇതൊക്കെ നിസാർ ഇപ്പൊ ഈ പറഞ്ഞു കേൾക്കുന്ന അറ്റം മാത്രമാണ് ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് അല്ലേ? എനിക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ട്. വേറൊരു റൂട്ടിലേക്ക് വേറൊരു മേഖലയിലേക്ക് പോകാൻ വേണ്ടി ഈ മേഖല വഴിയേ കടന്നു പോകാൻ പറ്റുള്ളൂ. വേറൊരു മേഖലയിലേക്ക് പോകാൻ ഈ മേഖല വഴിയേ കടന്നു പോകാൻ പറ്റുള്ളൂ. അത് കാരണം എന്റെ മകനെ ഞാൻ 2 സിനിമയിൽ പുള്ളി ഇത് ചെയ്തു, അഭിനയിച്ചു. 2ലും ഒരു സർക്കാരിന്റെ പരസ്യത്തിലും അഭിനയിച്ചു. അപ്പോഴത്തേക്ക് വന്ന് ഓരോന്നും അമ്മയുടെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അതോടുകൂടി സ്വാപ്പ് നിർത്തി മക്കളെ ആ പരിപാടിയിൽ വേണ്ട, ആ റൂട്ടിൽ വേണ്ട എന്ന് തീരുമാനിച്ചു. അതിനകത്ത് ഒരുപാട് കഥകളുണ്ട് സാർ. ഇതൊന്നും അല്ല നമ്മൾ കേൾക്കുന്നത്. ഇതല്ലെങ്കിൽ നാളെ പുറത്തു വരട്ടെ. ഈ അല്ല, ഒരു റിപ്പോർട്ട് വെച്ച് അന്വേഷിച്ച കൃത്യമായിട്ട് ഇതറിയും. ഇതൊന്നും അല്ല സാറേ ഈ പറഞ്ഞത്. നമ്മളിപ്പോ ഇതിൽ കൂടെ പറയുമ്പോഴത്തേക്ക് വാശിയുണ്ട് വൈരാഗ്യം കൊണ്ടെന്നൊക്കെ പറയും. ഇതല്ല. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രി, സഹകരണമില്ലാത്ത സഹകരണ മന്ത്രി, വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി, പോലീസ് വകുപ്പിന് ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പോലീസ് വകുപ്പ്. ഇനി എനിക്കിത് വേറെ ആരുടെയും ഇതിന്റെ അകത്ത് സാറ് പറയുന്നതിന്റെ മറുപടി എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാം. വേറെ ആരെയും ന്യായീകരണം എനിക്കിനി കേൾക്കണ്ട. പിന്നെ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ സാറേ 4.5 കൊല്ലം ഈ റിപ്പോർട്ട് കയ്യിലിരുന്നു. 4.5 കൊല്ലം കൊണ്ട് അന്വേഷിക്കാമല്ലോ. ഈ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഈ മറ്റേ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് അന്വേഷിക്കാമല്ലോ ഇവർക്ക്. എന്നിട്ട് മന്ത്രി പറയുന്ന എന്താ, സംസ്കാരം ഇല്ലാത്ത കൊണ്ടോ പഠിത്തക്കളോ മന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് പരാതി കിട്ടില്ല. നമ്മൾ ഈ ചാനലിൽ കൂടെ കാണുന്നില്ലേ, WC പല പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ അടുത്തും ഈ സാംസ്കാരിക മന്ത്രിയുടെ അടുത്തും ഒക്കെ പരാതി പറയുന്നതും അവർ കരഞ്ഞ് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതല്ലേ. ഇനി അന്വേഷിക്കാൻ പ്രത്യേകമാണോ? പിന്നെ മെയിൻ നടന്മാരെ ഒന്നും ഞാൻ വായിച്ചില്ല, ആ ഭാഗം വായിച്ചില്ല. എന്തുകൊണ്ട് വായിച്ചില്ല ആ ഭാഗം? ഇതിനകത്ത് മെയിനായിട്ടുള്ള ഭരണകക്ഷിയിലെ മന്ത്രിയാണ്. ഈ ഗണേഷ് കുമാർ ഇടപെടാത്ത ഒരു വലിയ കേസും ഇതിനകത്തില്ല. ഓപ്പണായിട്ട് പറയാം, ഗണേഷ് കുമാറാണ് ഇതിന്റെ മെയിൻ. നമ്മുടെ മുന്നിൽ ഒരു പരാതിയായി വരുന്ന ഘട്ടത്തിൽ നമുക്ക് അതിലേക്ക് കടക്കാം. ഏതായാലും വളരെ നന്ദി ശ്രീ ജയകുമാർ അഭിപ്രായം പങ്കുവച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. ശ്രീ കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ദാസൻ, AK ബാലൻ മുൻ മന്ത്രിയായിരുന്ന AK ബാലൻ ഒരു വിശദീകരണം നൽകി. ഇത്രയും കാലം ഇത് പുറത്തു വരാതിരുന്നതിൻ്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നെ കോവിഡിൻ്റെ ഒരു പ്രശ്നം വന്നു. ആ സിനിമാ മേഖല മൊത്തത്തിൽ തകർച്ചയിൽ നിൽക്കുന്നൊരു ഘട്ടത്തിൽ അതിൻ്റെ കുനിന്മേൽ കുരു എന്ന തരത്തിലൊരു ആഘാതം കൊടുക്കേണ്ട എന്ന് ധരിച്ചു. പിന്നെ സമയം അതിക്രമിച്ചു, അങ്ങനെ പോയി. പിന്നെ അപ്പോഴേക്കും ഇത് പുറത്തു വിടരുതെന്നുള്ള നിയമ പോരാട്ടങ്ങൾ വന്നു. അങ്ങനെ ഇത് വൈകി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒക്കെ ആണെങ്കിൽ കൂടിയും ഇത് വലിയ അനീതിയായിരുന്നില്ലേ ഈ വൈകൽ എന്ന ചോദ്യവും ഉയരുന്നില്ലേ? തീർത്തും അനീതിയല്ലേ ഇത്? അനീതി ഒരു തോന്നിവാസല്ലേ ഇത്? ആരോ 1 കോടി 6 ലക്ഷം കൊടുത്ത നമ്മുടെ നാട്ടുകാരെ പണം മുടക്കിയിട്ടാണ് കമ്മീഷൻ ചോദിച്ചത്. ആ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റ് ഉൾക്കൊള്ളണ്ട്. ഇവരൊക്കെ ഉന്നതന്മാരാണ്. ഇവരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും രണ്ട് സഹോദരിമാർ രണ്ടും കളിപ്പിട്ട് പുറത്തിറങ്ങിയിട്ട് യുവമാർക്കെതിരായിട്ട് മൊഴി കൊടുക്കണം. നാട്ടുകാർ സമൂഹം ഒന്നാകെ നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾ യുവമാർ ഇനിയെങ്കിലും ഇത്ര ഈ ആഭാസന്മാരാ. ഞാൻ പറയട്ടെ, ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടില്ലേ മനു, ഒരു പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ ഒരു സിനിമാകാരനോട് ചോദിക്കുക, നിങ്ങൾ 3000 സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ കേട്ടെന്ന് പറയുമ്പോൾ പുള്ളി ചിരിച്ചോണ്ടേ അത് പോരാ കുറവാന്ന് പറയരുത്.
ഈ നാട്ടിൽ നടക്കുന്ന കാര്യം ഇതൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഏതെങ്കിലും 1 2 പെണ്ണുങ്ങൾ വരട്ടെ പുറത്ത്, എന്നിട്ട് യുവമാരെ ഏതെങ്കിലും ഒരുത്തിനെങ്കിലും പൂട്ടട്ടെ. ഇത് എല്ലാം കള്ളന്മാരാണ് എന്ന് പറയാൻ കഴിയില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദീപു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദീപു, 1,06,55,000 രൂപയാണ് മൊത്തം ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ നമുക്ക് ചിലവായത്. ഈ റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങളോ എല്ലാം നമുക്ക് പലർക്കും നേരത്തെ അറിയുന്നതാണ്. ഈ സംഭവങ്ങൾക്ക് ഒരു നടപടി ഉണ്ടാകും എന്ന കാര്യം ഇനി കണക്കാക്കാനാകുമോ? റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു എന്ന് മന്ത്രി പറഞ്ഞു. ആദ്യം അത് പുറത്തു വിടരുതെന്ന് പറഞ്ഞു. പിന്നെ പുറത്ത് വിടാന്ന് പറഞ്ഞപ്പോഴാണ് കോടതി കൊണ്ട് കേസ് കൊടുക്കുന്നത്. പുറത്ത് വിടുന്നു എന്ന ഘട്ടത്തിൽ വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നു. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ, അല്ലെങ്കിൽ പോട്ടെ ഇന്ത്യയുടെ ചരിത്രം എടുക്കാം, ഏതെല്ലാം മേഖല, ഏതെല്ലാം ഭാഷകളുണ്ട് നമുക്ക്, അവിടെയെല്ലാം സിനിമകളില്ലേ? ആ സിനിമകളിലെല്ലാം ഇതൊന്നും നടക്കുന്നില്ല. കേരളത്തിനപ്പുറത്ത് വിശുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അവിടെ ഒരു ഹേമ കമ്മിറ്റി നേരത്തെ നടത്തിയിട്ടുണ്ടെന്നും ഗുജറാത്തി സിനിമകളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയിട്ടുണ്ട്. അവിടെ ഒന്നും നടക്കുന്നില്ലെന്നാണോ ഈ പഹയന്മാർ ഇവിടെ വന്ന് പറയുന്നത്? രാഷ്ട്രീയം കലർത്തി രാഷ്ട്രീയ ഉച്ചാടനം നടത്തി ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മളൊരു വിഷയം വന്നു, ആ വിഷയത്തിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിപ്പോ എന്താണ് ഈ റിപ്പോർട്ടിനകത്ത് വരുന്നത്? ഈ റിപ്പോർട്ട് മെയിനായിട്ട് മുന്നോട്ട് വെക്കുന്നത് പീഡന പരാതികൾ അന്വേഷിക്കുന്ന ഒരു കമ്മിറ്റി അല്ല. പീഡന പരാതികൾ വന്നാൽ അതിനെപ്പറ്റിയുള്ള കൃത്യമായ അന്വേഷണവും എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായി നടപ്പാക്കണം. ആ നടപ്പാക്കേണ്ടതിന്റെ ഭാഗമായി മുന്നോട്ട് പോകണം. അതിനകത്ത് എന്തെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ അന്വേഷിക്കട്ടെ, പറയട്ടെ. പക്ഷെ അതുമാത്രമല്ലല്ലോ ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ റിപ്പോർട്ട് കുറെ കൂടെ വിശാലമാണ്. ആ തലത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ ചർച്ച ഇപ്പോഴും പഴയ പീഡന കേസിൽ ആരാണ് നടൻ, ആരാണ് നടി, ഇതറിയുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വാദം. ആ വാദത്തിന് വേണ്ടി ഇന്നലെ നിങ്ങൾ പോയത്, നിങ്ങളെന്ന് പറഞ്ഞാൽ ന്യൂസ് 18 മാത്രമല്ല, പോയതാരാണ്? ഈ പറയുന്ന ഒരു സിനിമ നടൻ ഷൈൻ ടോമിന്റെ അടുത്ത്. ഷൈൻ ടോം ആണോ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? അപ്പൊ ഷൈൻ ടോമിന്റെ അടുത്ത് പോകുമ്പോ ഷൈൻ ടോം എന്തെല്ലാം പറയും, അപ്പൊ ഒരു വിവാദം, അതിങ്ങനെ കത്തിക്കുക. ഇതല്ല വേണ്ടത്. ഇതിനകത്ത് ബന്ധപ്പെട്ട് അങ്ങനെയല്ല ഷൈൻ ടോമിനെ അങ്ങനെയല്ല. അദ്ദേഹം ചലച്ചിത്ര രംഗത്തുള്ള ഒരാളാണ്. അങ്ങനെ ചലച്ചിത്ര രംഗത്തുള്ള എല്ലാ ആളുകളെയും ഞാൻ ന്യൂസ് 18 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയണമല്ലോ. രേവതി തൊട്ട് പല ആളുകളെയും വിളിച്ചു. പല നിങ്ങളുടെ നമ്മുടെ ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ഞാനാണ് ഇവിടെ ഇരുന്ന് വിളിച്ചത്. ചിലർ ഫോൺ എടുത്തു, ചിലർ ഫോൺ എടുത്തില്ല, തിരക്കുണ്ടായിരിക്കാം. അങ്ങനെ ആളുകളെ പറ്റാവുന്നിടത്തെല്ലാം മാധ്യമപ്രവർത്തകർ സമീപിച്ചു അവരുടെ അഭിപ്രായം പറയാൻ. ഷൈൻ ടോം ചാക്കോ ഒരു അഭിപ്രായം പറഞ്ഞു. ചിലപ്പോൾ അത് ആ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. ആ അഭിപ്രായത്തെ സംബന്ധിച്ച് അപ്പോൾ അവിടെ ഇരുന്നൊരു ആങ്കർ വളരെ കൃത്യമായി എന്താണെന്ന് ഷൈൻ ടോം ചാക്കോവിൻ്റെ പെരുമാറ്റം എന്താണ് എന്ന് അവിടെ ഇരുന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആങ്കർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കൃത്യമായി വിമർശനവും നടത്തിയിട്ടുണ്ട്. അപ്പം അതിലൊന്നും അല്ല കാര്യം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പ്രശ്നം, ഇത്തരം ഈ ആധുനികമായി വരുന്ന തൊഴിൽ മേഖലയിലേക്ക് ട്രേഡ് യൂണിയനിസം വരുന്നില്ല. ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ, ഇത്തരം മേഖലകളിലെ ട്രേഡ് യൂണിയനുകൾ പ്രശ്നങ്ങൾ സംഘടിപ്പിക്കാനൊക്കെയുള്ള തൊഴിലാളികളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനൊന്നും ട്രേഡ് യൂണിയനുകൾക്ക് ഇപ്പോൾ താല്പര്യം കുറഞ്ഞു പോയോ എന്നൊരു ആശങ്ക കൂടി എനിക്ക് അവിടെ വരികയാണ്. കാരണം ഒരു ട്രേഡ് യൂണിയൻ എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉണ്ടായാൽ ഈ പ്രശ്നങ്ങൾ വലിയ തോതിൽ പരിഹരിക്കപ്പെടുമായിരുന്നു. മയോ, ഞാൻ ഒരു കാര്യം, ട്രേഡ് യൂണിയനെ നമ്മൾ ചർച്ച വഴിമാറി പോയില്ല. ഞാനേ ഉള്ളൂ ഈ അമ്മയ്ക്കെതിരെ ഇവിടെ എന്താണ് സംസാരിക്കുന്നത്? ഒരാള് ഒരു ജോലി പോയാൽ അവന്റെ കൂടെ ഒന്ന് നിന്നു പോയാൽ അതിനെപ്പറ്റി, അല്ലെങ്കിൽ ജോലി സമൂഹം വന്ന ആ സമൂഹത്തിനോട് നിന്നു പോയാൽ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് കഥ മനു, എന്തൊക്കെയാ കഥ? അപ്പൊ അതവിടെ നിൽക്കട്ടെ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇതൊരു വിശാലമായ കാഴ്ചപ്പാടിൽ ഇതിനെപ്പറ്റി കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ആധുനിക ലോകത്ത് വേണമോ, എന്തെല്ലാം കമ്മിറ്റികൾ വേണമോ, അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്ന ആദ്യത്തെ ഭാഷ ഇത്. ആദ്യമായിട്ടാണ് ഇവിടെയാണ് ഇത്തരത്തിൽ 18 നടിമാർ ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ച് ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. മറ്റെവിടെയുമില്ലേ മനു? ഞാനൊരു കാര്യം, മറ്റെവിടെയും ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു പ്രതിഷേധം ആദ്യമായി വന്നത് ഇവിടെ നിന്നാണ്. അതെ, ആ പ്രതിഷേധം വന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നത്. അങ്ങനെ കമ്മിറ്റി രൂപീകരിച്ചു. 1,66,000 രൂപ ഈ ദരിദ്രാവസ്ഥയിലുള്ള കേരളം അതിനുവേണ്ടി ചിലവാക്കി.
മനു എനിക്ക് സമയം തരണം. ഞാൻ മനു ഇവിടെ നടക്കുന്ന എന്താ, 15 അംഗ മാഫിയ സംഘം. ആ 15 അംഗ മാഫിയ സംഘത്തിൽ 16ാമതായി സർക്കാരിനെ കൂടെ ചേർക്കാമോ എന്നുള്ള കാര്യം നടക്കുന്നില്ല കേട്ടോ. അത് ശരിയല്ല, നടപടിയല്ല. ഇവിടെ ഇത് വന്നതും ഈ സർക്കാരാണ്, എടുക്കാൻ പോകുന്ന സർക്കാരാണ്. അതിന്റെ ഭാഗമായുള്ള ഇതിനകത്ത് റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളിൽ പോസിറ്റീവായി എന്തൊക്കെ നടപ്പാക്കണമെന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ച ചെയ്ത് കോൺക്ലേവിനെ കുറിച്ചും സിനിമാ മേഖലയിലുള്ള ആൾക്കാർ, സിനിമാ മേഖലയിൽ അവർ മാത്രമല്ല, സിനിമാ മേഖലയിൽ ആരും സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ സിനിമാ മേഖലയിലുള്ള കാര്യങ്ങളെ പറ്റി പറയാം. പക്ഷെ ഇതിനകത്ത് പെട്ടിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കണമെന്നുള്ളത് തന്നെയാണ്, അത് ഒഴിവാക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ചോദിക്കട്ടെ മനു, ഈ ഒരു വിഷയത്തിൽ കേരളത്തിനകത്താണ് നമ്മൾ പ്രൊഡക്റ്റീവായി പ്രോഗ്രസീവായി നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഗുജറാത്തിലൊന്നും സാംസ്കാരിക മന്ത്രി ഇല്ലേ? ഈ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി ഇല്ലേ? അവിടുത്തെ സിനിമാ നടികളെല്ലാം വളരെ സന്തോഷവും സമാധാനമായിട്ടാണ് ജീവിക്കുന്നത്. മാത്രമല്ല പല മേഖലകളിൽ, ഞാൻ പറയുന്നത് ഈ ഒരു മേഖല മാത്രമല്ല, മാധ്യമ പ്രവർത്തകരുടെ മേഖലകൾ, അവിടെ നടക്കുന്ന സ്ത്രീകളോടുള്ള പെരുമാറ്റം നമ്മൾ എത്രയോ കണ്ടു. പുറത്ത് ആരെങ്കിലും വിടുവോ? മനുവിന് ഞാൻ ചോദിക്കട്ടെ, ഈ മാധ്യമ മേഖലയിലുള്ള സ്ത്രീകളോടുള്ള പെരുമാറ്റം, ഒരു ന്യൂസ് വായിക്കാൻ അവർ നന്നായി വായിക്കുമെങ്കിൽ അത് അവതരിപ്പിക്കാൻ അവർക്ക് കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെന്നാണ് ഞാൻ പറയുന്നില്ല. ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളിൽ ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ. ആ ട്രേഡ് യൂണിയനുകൾ നിങ്ങൾക്കില്ലേ? ആ ട്രേഡ് യൂണിയനുകൾ ഈ മാധ്യമ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എന്ത് ചെയ്തു? ഇതൊക്കെ നിങ്ങളും കൂടെ അതും കൂടെ പറയാം. അതും ഇതിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു കമ്മിറ്റി അവിടെ വേണം. ആ കമ്മിറ്റി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, മാധ്യമ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ചാനൽ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് സ്ത്രീകൾ പിന്നെ വാക്കുതർക്കവും പിന്നെ അവകാശത്തർക്കവും ഒക്കെ പറഞ്ഞ് അവസാനം അവരെ പീഡിപ്പിക്കാവുന്നതിന്റെ അങ്ങേറ്റം പീഡിപ്പിച്ച് അവരെ കൊന്നൊന്നും പറയുന്നുണ്ട്. നമ്മളത് പറയാൻ ആളല്ല. പക്ഷെ അവർ മരിച്ചുപോയി. 25ാമത്തെ വയസ്സിലാണ്. കാരണം അവര് ഒരു തുച്ഛമായ കാലമേ ഉണ്ടായിരുന്നെങ്കിലും നമ്പർ 1 നടിയായിട്ടാണ് അവർ പോയത്. പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അവരുടെയൊക്കെ പടങ്ങളിൽ കൊടുക്കുമായിരുന്നു ഒറ്റ മുണ്ട് മാത്രമേ കൊടുക്കുള്ളായിരുന്നു. ആ അടിവസ്ത്രങ്ങൾ പോലും കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടവും നമുക്കുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ അവിടെ നിന്നൊക്കെ വളരെ ദൂരം മുന്നേറി എന്ന് വിചാരിക്കാം. പൊന്നാപുരം കോട്ടയിൽ നിന്ന് ആടുജീവിതത്തിലേക്ക് എത്തുമ്പോൾ സിനിമ കൂടുതൽ ഗൗരവത്തോടു കൂടി നോക്കിക്കാണാൻ പ്രേക്ഷകനും മലയാളിക്കും കഴിയുന്നുവെന്നും അതിൻ്റെ സത്തിനെക്കുറിച്ച് കൂടുതൽ ചർച്ച നടക്കുന്നുവെന്നും ഒക്കെ നമുക്ക് വിശ്വസിക്കാം. സമയം കഴിഞ്ഞു എന്ന് ഞാൻ താങ്കൾക്കും ആവശ്യത്തിന് സമയം തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സുരേന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. എങ്കിലും സുരേന്ദ്രൻ ഫോൺ ചെയ്തുകൊണ്ട് 1 മിനിറ്റ് സുരേന്ദ്രന് തരാം. പെട്ടെന്ന് അവസാനിപ്പിക്കണം. നമസ്കാരം സാറേ, ഞാൻ പെട്ടെന്ന് തീർക്കാം. ഈ സ്ത്രീകളുടെ ഈ പരാതികള് നമ്മളിപ്പോ ഈ സിനിമാ മേഖലയിൽ ഡയറക്റ്റ് ആയിട്ട് വന്നത് നമുക്ക് ഒരു നടി മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഗുസ്തി താരങ്ങളിലെ നേരിട്ട് വന്ന് പൊതുസമൂഹത്തിനോട് പറഞ്ഞു. എന്തുകൊണ്ട് അതിനെപ്പറ്റി ആ കേസ് അന്വേഷണം നമ്മൾ കണ്ടതാണല്ലോ എന്താണ് ഉണ്ടായതെന്ന്. അപ്പൊ അതുമാതിരി തന്നെയാണ് ഒരു സ്ത്രീ ഒരു സമൂഹത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു മീഡിയാസിന്റെ മുന്നിലോ എന്ന് പറയുമ്പോൾ അതിനെതിരെ എടുത്ത നടപടി എന്തായിരിക്കും? പിന്നെ പറഞ്ഞു ഗവൺമെന്റ് കുറ്റം പറയുന്നുണ്ട്. ഈ അമ്മ എന്ന് പറയുന്ന ആ സെക്രട്ടറി ഉണ്ടല്ലോ, ഈ സെക്രട്ടറിക്ക് എന്തുകൊണ്ട് പരാതി കൊടുത്തുകൂടാ? മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഈ റിപ്പോർട്ടും വെച്ച് ഗവൺമെന്റിന് എന്തെടുക്കാൻ പറ്റുന്നതാണ്? ഇതിലെ പേര് വെളിപ്പെടുത്തണ്ട ഈ റിപ്പോർട്ടില്. പക്ഷെ ഈ പ്രതികളുടെ പേര് അല്ലെങ്കിൽ വേട്ടക്കാരന്റെ പേരുകൾ ഇതില് പരാമർശിക്കാലോ. എന്തുകൊണ്ട് പരാമർശിക്കുന്നില്ല? അങ്ങനെ പരാമർശിക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് കേസെടുക്കാൻ പറ്റും. ഇത് അല്ലാതെ കേസെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നിയമവശം അറിയില്ല. കാരണം ഇങ്ങനെയുള്ളൊരു ഇതിന് കേസെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ ഒരു സ്ത്രീ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരിക്കും, അത് അന്വേഷിക്കാം. പക്ഷെ വേണമെങ്കിൽ അവർക്ക് നല്ല ധൈര്യം കൊടുത്ത് വിളിച്ചു വരുത്തി പരാതിയൊക്കെ രേഖപ്പെടുത്താം. അങ്ങനെയൊക്കെ ചില കേസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ആളുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം അത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആകുമ്പോൾ പെട്ടെന്ന് ഇരയെ വിളിച്ചു വരുത്തി നല്ല ധൈര്യം കൊടുത്ത് ഏറ്റവും നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് നമ്മളെ ആ നടിയെ ആക്രമിച്ച ആ നടിക്കാണ് ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. അവരാണ് യഥാർത്ഥത്തിൽ ഏതായാലും ഈ ആക്രമണങ്ങൾക്കെതിരെ സ്ത്രീകൾ ശക്തമായി രംഗത്ത് വരുന്നു എന്ന